and welcome to Vinee's Educare. Today I have come with your supplementary reader, that is Vistas first lesson, the third level, written by Jack Finney. Now this is a science fiction story. ഒരു സയൻസ് ഫിക്ഷൻ സ്റ്റോറിയാണ്. കുട്ടികളായ നിങ്ങൾ ടൈം മെഷീൻ അതുപോലത്തെ സയൻറ്റിഫിക് ഫിക്ഷൻസ് ഒക്കെ കാണുന്ന കുട്ടികളായതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കുറച്ചൊരു നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്റ്റോറീസ് ആണല്ലോ എപ്പോഴും സയൻസ് ഫിക്ഷൻസ്. അപ്പോൾ അതേപോലത്തെ ഒരു സ്റ്റോറിയാണ്. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട് ദി ലെസൺ? The presidents of the New York Central and the New York, New Haven and Hartford railroads will swear on a stack of timetables that there are only two. But I say there are three because I have been on the third level of Grand Central Station. So Charlie, who is the main character who is narrating the story, is saying that അദ്ദേഹം പറയാണ് ന്യൂയോർക്ക് സെൻട്രലിൻ്റെ പ്രസിഡൻസ് അല്ലെങ്കിൽ ന്യൂയോർക്ക് ന്യൂ ഹാവൻ ഹാർട്ട്ഫോർഡ് റെയിൽ റോഡ്സിൻ്റെ പ്രസിഡൻസ് അവരുടെ ടൈം ടേബിളിൽ കൈവച്ച് അവർ ആണയിട്ട് പറയും എന്ത് ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിൽ 2 ലെവൽസേ ഉള്ളൂ എന്ന്. പക്ഷെ ഞാൻ പറയുന്നു അവിടെ 3rd ലെവലുമുണ്ട്, കാരണം ഞാൻ ആ 3rd ലെവലിൽ പോയിട്ടുണ്ട്. Yes, I have taken the obvious step. I talked to a psychiatrist friend of mine among others. So Charlie ഇവിടെ നമുക്ക് ഉറപ്പ് തരികയാണ്, ഐ എം നോട്ട് ഇൻസെയിൻ, എനിക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാതെ ഒന്നുമല്ല. ഞാൻ എൻ്റെ ഒരു സൈക്യാട്രിസ്റ്റ് ഫ്രണ്ടിനോട് ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. എൻ്റെ മറ്റുള്ള ഫ്രണ്ട്സിനോട് പറയുന്ന പോലെ തന്നെ എൻ്റെ ഒരു സൈക്യാട്രിസ്റ്റ് ഫ്രണ്ടിനോടും, അദ്ദേഹത്തിൻ്റെ പേര് സാം എന്നാണ്, അദ്ദേഹത്തിനോടും ഞാൻ സംസാരിച്ചിരുന്നു. ഇനി എനിക്ക് എന്തെങ്കിലും കുഴപ്പമാണോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ അവരെന്താ പറഞ്ഞേ? I told him about the 3rd level at Grand Central Station and he said it was a waking dream wish fulfillment. നീ തുറന്ന കണ്ണുകൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നമാണ് നീ കണ്ടത്, അല്ലാതെ അങ്ങനെ ഒരു 3rd ലെവൽ ഇല്ല എന്നാണ് സാം പറഞ്ഞത്. He said I was unhappy, that made my wife kind of mad, but he explained that he meant the modern world is full of insecurity, fear, war, worry and all the rest of it. So സാം പറയാണ്, യു ആർ നോട്ട് ഹാപ്പി ഇൻ ദിസ് വേൾഡ്. എനിക്ക് ഈ ലോകത്ത് ഇപ്പം നീ സന്തോഷവാനല്ല. പക്ഷെ അത് കേട്ടപ്പം നമ്മുടെ ചാർലിയുടെ വൈഫിന് അതങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം സാം പറയുക, അല്ലല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ ഈ ഒരു വേൾഡ് ഈസ് ഫുൾ ഓഫ് ഇൻസെക്യൂരിറ്റി, ഫിയർ, പിന്നെ യുദ്ധം, അതുപോലെ പല പല വിഷമങ്ങളുണ്ട്, അതുകൊണ്ട് അവൻ ഹാപ്പി അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ഭാര്യയ്ക്ക് ക്ലാരിറ്റി കൊടുത്തുകൊണ്ട് പറയണു. And then he is continuing that I just want to escape. ചാർലി പറയുന്നത്, സാം പറഞ്ഞു ഞാൻ എസ്കേപ്പ് ആവാൻ വേണ്ടി ഒരു പുതിയ ലെവൽ കണ്ടുപിടിച്ചതാണെന്ന് സാം പറയുന്നു എന്നാണ് നമ്മളോട് പറയുന്നത്. Well, who doesn't? Everybody I know wants to escape, but they don't wander down into any 3rd level at Grand Central Station. So ചാർലി പറയാണ്, ആർക്കാണ് ഇപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ലോകത്തിൽ നിന്നും രക്ഷപ്പെടാൻ തോന്നാത്തത്? പക്ഷെ അങ്ങനെ എല്ലാവരും ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ്റെ 3rd ലെവലിൽ തേടിയൊന്നും പോണില്ലല്ലോ. ഞാൻ എത്തിപ്പെട്ടു, ദാറ്റ് മീൻസ് ഇറ്റ് എക്സിസ്റ്റ്സ്. ബട്ട് ദാറ്റ്സ് ദ റീസൺ, ഹി സെഡ്, ആൻഡ് മൈ ഫ്രണ്ട്സ് ഓൾ എഗ്രീഡ്. സോ നമ്മളുടെ സാം പറയണം, തന്നെയാണ് ഞാൻ പറയുന്നത്, ബാക്കിയുള്ളവരൊന്നും ഇത് തേടിയൊന്നും പോണില്ല, നീ മാത്രമേ പോയുള്ളൂ. ദാറ്റ് ഇസ് വൈ ഐ എം ടെല്ലിങ് ദാറ്റ് സംതിങ് ഈസ് റോങ് വിത്ത് യു, യു ആർ നോട്ട് ഹാപ്പി ഹിയർ. Everything points to it, they claimed. അവർ പറയുന്നു, ഇത് മാത്രമല്ല, ഞങ്ങളുടെ കയ്യിൽ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്, നീ ഇങ്ങനെ പോണതിൻ്റെ കാരണം എന്താണെന്നുള്ളത് പറയാൻ ഞങ്ങൾക്ക് കുറച്ച് കാരണങ്ങളുണ്ട്. ഫ്രണ്ട്സും പറയാണ്, സാമും പറയാണ്. എന്താണ് കാരണം അവർ കണ്ടുപിടിക്കുന്നത്? They are saying, my stamp collecting, for example, that's a temporary refuge from reality. So friends പറയുന്നത്, നിൻ്റെ ഈ സ്റ്റാമ്പ് കളക്ഷൻ ഹോബി ഉണ്ടല്ലോ, അതും നീ ഈ റിയാലിറ്റിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കണ്ടുപിടിച്ചേക്കുന്ന ഒരു റെഫ്യൂജാണ്, ഒരു എസ്കേപ്പാണ് എന്നാണ് അവരുടെ ഫ്രണ്ട്സ് പറയുന്നത്. സോ ചാർലി പറയാണ്, വെൽ മേ ബി, ബട്ട് മൈ ഗ്രാൻഡ് ഫാദർ ഡിഡ്ന്റ് നീഡ് എനി റെഫ്യൂജ് ഫ്രം റിയാലിറ്റി. തിങ്സ് വെർ പ്രിറ്റി നൈസ് ആൻഡ് പീസ്ഫുൾ in his days, from all I hear, and he started my collection. സോ ചാർലി പറയുന്നത്, ഓക്കെ ശരി, നിങ്ങൾ പറയുന്നു ഞാൻ ഹാപ്പി അല്ലാന്ന്, അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റാമ്പ് കളക്ഷനൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നതെന്ന്. പക്ഷേ എൻ്റെ ഗ്രാൻഡ് ഫാദറിനും സ്റ്റാമ്പ് കളക്ഷൻ്റെ ഹോബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഇങ്ങനെയല്ലായിരുന്നു. അദ്ദേഹം വളരെ സമാധാനപൂർണ്ണമായ ഒരു കാലഘട്ടത്താണ് ജീവിച്ചത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആൾ പിന്നെ എന്തിന് സ്റ്റാമ്പ് കളക്ഷൻ തുടങ്ങി വെച്ചു? ഞാനിപ്പോൾ ഈ ബുദ്ധിമുട്ടുള്ള ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്തുകൊണ്ടത് ചെയ്തു? ഹി വാസ് ലിവിങ് ഇൻ എ വെരി പീസ്ഫുൾ വേൾഡ്, ആൻഡ് എൻ്റെ
ഗ്രാൻഡ് കളക്ഷൻ തന്നെയാണ് ഞാൻ മുന്നോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. It's a nice collection too. Blocks of 4 of practically every US issue, first day covers and so on. President Roosevelt collected stamps too, you know. So Charlie പറയാണ് അദ്ദേഹത്തിന് എൻ്റെ ഗ്രാൻഡ്ഫാദറിൻ്റെ കയ്യിൽ കുറേ നൈസ് കളക്ഷൻസ് ഓഫ് സ്റ്റാമ്പ്സ് ഉണ്ട്. ബ്ലോക്സ് ഓഫ് 4 ഓഫ് പ്രാക്ടിക്കലി എവ്രി US ഇഷ്യൂ, ഓരോ പുതിയ സ്റ്റാമ്പ് US ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തപ്പോൾ അതിൻ്റെ ബ്ലോക്സ് ഓഫ് 4 അല്ലെങ്കിൽ കുറേ അധികം സ്റ്റാമ്പ്സ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഫസ്റ്റ് ഡേ കവർ എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പ് കളക്ഷൻ ചെയ്യുന്ന ആൾക്കാർ പുതിയൊരു സ്റ്റാമ്പ് ഇറങ്ങുമ്പോൾ അവരെന്ത് ചെയ്യും, അവർ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഒരു ബ്ലാങ്ക് എൻവലപ്പിൽ ഒരു ബ്ലാങ്ക് പേപ്പർ ഇട്ടിട്ട് പുതിയ ഇറങ്ങിയ സ്റ്റാമ്പ് വാങ്ങിച്ചതിനകത്ത് ഒട്ടിച്ചിട്ട് സ്വന്തം റെസിഡൻഷ്യൽ അഡ്രസ്സിലോട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇത് റെസിഡൻഷ്യൽ അഡ്രസ്സിൽ എത്തുമ്പം ആ പുതിയ സ്റ്റാമ്പിൻ്റെ മുകളിൽ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു സീൽ ആൻഡ് ഡേറ്റ് ഉണ്ടാവും. അപ്പം അതോടുകൂടിയാണ് ഈ സ്റ്റാമ്പ്സ് കളക്ട് ചെയ്യുന്നത് ഫോർ എ പ്രൂഫ് ഏത് ഇയറിലായിരുന്നു ആ സ്റ്റാമ്പ് ഇറക്കിയത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ അതിനെയാണ് ഈ ഫസ്റ്റ് ഡേ കവർ എന്ന് ഉദ്ദേശിക്കുന്നത്. So Charlie is saying that my grandfather had all these things. എന്നിട്ട് ആൾ ഒരു എക്സാമ്പിൾ കൂടി പറയുന്നത് പ്രസിഡന്റ് റൂസ്വെൽറ്റ്, who was the president before the world war started actually. So അദ്ദേഹം he was also living in a very peaceful world and he also had this habit of collecting stamp. അപ്പോൾ അതൊന്നുകൊണ്ടാണ് അദ്ദേഹം സ്റ്റാമ്പ് കളക്ഷൻ തുടങ്ങിയത്. അതാണ് നമ്മളുടെ ചാർലി ഇവരോടൊക്കെ ചോദിക്കുന്നത്, ഫ്രണ്ട്സിനോടും സാമിനോടും ചോദിക്കുന്നത്. എനിവേ ഹിയർ ഇസ് വാട്ട് ഹാപ്പൻഡ് അറ്റ് ഗ്രാൻഡ് സെൻട്രൽ. സോ അതൊക്കെ ഇവിടെ നിർത്തിയിട്ട് ചാർലി നമ്മളോട് പറയാണ് എങ്ങനെയാണ് ചാർലി തേർഡ് ലെവലിൽ എത്തിപ്പെട്ടത്. നോ ഹി സ്റ്റാർട്ട്സ്. വൺ നൈറ്റ് ലാസ്റ്റ് സമ്മർ ഐ വർക്ക് ലേറ്റ് അറ്റ് ദി ഓഫീസ്. ഐ വാസ് ഇൻ എ ഹറി ടു ഗെറ്റ് അപ് ടൗൺ ടു മൈ അപ്പാർട്ട്മെൻറ്റ്. സോ ഐ ഡിസൈഡഡ് ടു ടേക്ക് ദ സബ്വേ ഫ്രം ഗ്രാൻഡ് സെൻട്രൽ ബിക്കോസ് ഇറ്റ്സ് ഫാസ്റ്റർ ദാൻ ദി ബസ്. സോ ഒരു ദിവസം ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ താമസിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് ബസ് ഉപയോഗിക്കാതെ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ്റെ സബ്വേ ഉപയോഗിച്ചിട്ട് എത്രയും പെട്ടെന്ന് വീടെത്താൻ നോക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സബ്വേയിലൂടെ നടന്നത്. Now, I don't know why this should have happened to me. I'm just an ordinary guy named Charlie, 31 years old, and I was wearing a tan gabardine suit and a straw hat with a fancy band. I passed a dozen men who looked just like me, and I wasn't trying to escape from anything. I just wanted to get home to Louisa, my wife. So, ചാർലി എൻ്റെ ഇടയ്ക്ക് പറയുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലെവലിൽ എത്തിപ്പെട്ടതെന്നും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നതെന്നും എനിക്കറിയില്ല. കാരണം ഞാനൊരു സാധാരണ ഹ്യൂമൻ ബീയിങ് ആണ്. ഒരു സാധാരണ ആൾക്കാർ ഡ്രസ്സ് ചെയ്യുന്ന പോലെ തന്നെ ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന ഒരു സാധാരണ ഹ്യൂമൻ ബീയിങ് ആണ് ഞാൻ. സെൻട്രൽ സ്റ്റേഷനിലോട്ട് സബ്വേയിലോട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്നെ കടന്ന് എന്നെ പോലെ തന്നെ കുറേ നോർമൽ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്തിനെങ്കിലുമൊക്കെ നിന്നും ഐ വാസ് ട്രൈങ് ടു എസ്കേപ്പ് ഫ്രം സംതിങ്. ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ദാറ്റ്. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ നോക്കുവാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ വൈഫിൻ്റെ അടുത്ത് വീട്ടിലെത്തണം, അത്രയും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. I turned into Grand Central from Vanderbilt Avenue and went down the steps to the first level where you take trains like the 20th century. Then I walked down another flight to the second level where the suburban trains leave from. Ducked into an arched doorway heading for the subway and got lost. So Charlie പറയുന്നത് ആദ്യം അദ്ദേഹം വാണ്ടർബിൾട്ട് അവന്യൂടെ അവിടെ എത്തി. അവിടുന്ന് കുറച്ച് സ്റ്റെപ്സ് താഴെ ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് ലെവലിലെത്തി. അവിടുന്ന് വീണ്ടും കുറച്ച് ആ ഫസ്റ്റ് ലെവലിൽ 20th സെഞ്ച്വറി ട്രെയിൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് വീണ്ടും ഒരു സ്റ്റെപ്പ് താഴെ ഇറങ്ങിയപ്പോൾ സെക്കൻഡ് ലെവലിലെത്തി. സെക്കൻഡ് ലെവലിൽ ട്രെയിൻസ് സബർബൻ ട്രെയിൻസ് ആയിരുന്നു. അതായത് ഒരു ലോക്കൽ ട്രെയിൻസ് പോലെ, നമ്മുടെ മെട്രോ ഒക്കെ പോലെ എല്ലാ ടൗൺസിനെയും കണക്ട് ചെയ്യുന്ന ട്രെയിൻസ് ആയിരുന്നു അവിടെ നിന്നും ഒരു ആർട്ട് ഡോർവേയിലൂടെ ഞാൻ അദ്ദേഹം കുനിഞ്ഞിറങ്ങിയപ്പോൾ സബ്വേ വന്നു. ആ സബ്വേയിലൂടെ നടന്നപ്പോൾ ആൾക്ക് മനസ്സിലായി അദ്ദേഹം വഴി തെറ്റിപ്പോയി എന്നുള്ളത്. ദാറ്റ്സ് ഈസി ടു ഡു. അത് വളരെ സാധാരണമായിട്ട് ചാർലിക്ക് സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഐ ഹാവ് ബീൻ in and out of Grand Central hundreds of times, but I'm always bumping into new doorways and stairs and corridors. Once I got into a tunnel about a mile long and came out in the lobby of the Roosevelt Hotel. And that time I came up in an office building on 46th Street, 3 blocks away. So Charlie is saying that പലപ്പോഴും ഇതെനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ഞാൻ ഈ സബ്വേസിലൂടെ നടക്കുമ്പോൾ
ഞാൻ എപ്പോഴും പുതിയ പുതിയ ഡോർവേസിൽ അല്ലെങ്കിൽ പുതിയ പുതിയ സ്റ്റേക്കേഴ്സ് അല്ലെങ്കിൽ കോറിഡോഴ്സിൽ എത്തിപ്പെടാറുണ്ട്. ഒരു പ്രാവശ്യം ഞാനൊരു ടണലിൽ കൂടി 1 മൈൽ ലോങ് നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്ത് വന്നത് ഒരു ഫേമസ് ഹോട്ടലായ റോസ്വെൽറ്റ് ഹോട്ടലിൻ്റെ ലോബിയിലായിരുന്നു. വേറൊരു സമയം ഞാൻ കുറേ നടന്ന് ഞാൻ പുറത്ത് വന്നപ്പോൾ ഞാൻ 46th സ്ട്രീറ്റിലായിരുന്നു. അത് ഈ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും വളരെ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെയാണ് ഞാൻ എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ sometimes I think that Grand Central is growing like a tree, pushing out new corridors and staircases like roots. So ചാർലി പറയാണ്, ഓരോ സമയവും ഞാനിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഈ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ ഒരു മരത്തെ പോലെയാണ്. അതിങ്ങനെ ദിവസം ചെല്ലുന്തോറും വലുതായി വരുവാണ്. എൻ്റെ റൂട്ട്സൊക്കെ പല പല ദിശയിലോട്ട് പോവുകയാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് പുതിയ പുതിയ കോറിഡോഴ്സും പുതിയ പുതിയ സ്റ്റേഴ്സും ഒക്കെ കാണാൻ ഇടവരുന്നത്. There is probably a long tunnel that nobody knows about, feeling its way under the city right now, on its way to Times Square and maybe another to Central Park. സോ ചാർലി പറയാണ്, എനിക്ക് തോന്നുന്നു ഈ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ്റെ അടിയിലൂടെ ഒരു വലിയ ടണൽ പോകുന്നുണ്ട്. അത് ആർക്കും അറിയില്ല. ആ ടണലിലൂടെ നമ്മൾ നടന്നു പോയാൽ ഒരുപക്ഷെ നമ്മൾ ഈ USA ഏറ്റവും ബിസി ഒരു ഏരിയ ആയ ടൈംസ് സ്ക്വയർ അല്ലെങ്കിൽ സെൻട്രൽ പാർക്കിൽ വരെ എത്തിച്ചേരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പം അതുകൊണ്ടാവാം പല ആൾക്കാരും ഇവിടെ വന്നിട്ട് ബിക്കോസ് ഓഫ് ആൻഡ് മേ ബി ബിക്കോസ് ഫോർ സോ മെനി പീപ്പിൾ ത്രൂ ദ ഇയേഴ്സ് ഗ്രാൻഡ് സെൻട്രൽ ഹാസ് ബീൻ എൻ എക്സിറ്റ്. ഈ ഒരു ഗ്രാൻഡ് സെൻട്രലിൽ നിന്ന് പല ആൾക്കാരും പുതിയ പുതിയ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എ വേ ഓഫ് എസ്കേപ്പ്, ഇവിടെ നിന്നും എസ്കേപ്പ് ആയിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. മേ ബി ദാറ്റ്സ് ഹൗ ദ ടണൽ ഐ ഗോട്ട് ഇൻ ടു. അങ്ങനത്തെ ഒരു ടണലിലോട്ടാണ് തോന്നുന്നു ഞാനും എത്തിപ്പെട്ടേക്കുന്നത്. But I never told my psychiatrist friend about that idea. So ഈ ഐഡിയ ഓഫ് എ ടണൽ വിച്ച് വുഡ് ലീഡ് ടു സെൻട്രൽ പാർക്ക് ഓർ ടൈംസ് സ്ക്വയർ എന്നുള്ള ആ ഒരു ഐഡിയ ഞാൻ എൻ്റെ സൈക്യാട്രിസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. The corridor I was in began angling left and slanting downward, and I thought that was wrong, but I kept on walking. So corridoril നടന്നു പോകുമ്പോൾ അത് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്ത് ഒരു സ്ലാൻറ്റിങ് സ്റ്റെയർകേസ് ഒക്കെ വന്ന് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോഴും എൻ്റെ മനസ്സിൽ പറഞ്ഞു എനിക്ക് വഴി തെറ്റിപ്പോയി എന്ന് എനിക്ക് തോന്നിയെങ്കിലും ഞാൻ നടന്നുകൊണ്ടേയിരുന്നു. All I could hear was the empty sound of my own footsteps and I didn't pass a soul. എനിക്ക് കേൾക്കാൻ പറ്റിയിരുന്നത് എൻ്റെ സ്വന്തം ഫുഡ് സ്റ്റെപ്സിൻ്റെ സൗണ്ട് മാത്രമാണ്. വേറെ ഒരു മനുഷ്യനെ പോലും ഞാൻ കണ്ടില്ല. Then I heard that sort of hollow roar ahead, that means open space and people talking. പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് കുറച്ച് ഓപ്പൺ സ്പേസിലെ ആൾക്കാർ സംസാരിക്കുന്ന ഒരു ശബ്ദം കേട്ട പോലെ തോന്നി. The tunnel turned sharp left. ടണൽ ഷാർപ്പ് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്തു. I went down a short flight of stairs. ഞാനൊരു ചെറിയ സ്റ്റെയർകേസ് ഇറങ്ങി and came out on the 3rd level at Grand Central Station. ഞാൻ എത്തിയത് എവിടെയാണ്? ഞാൻ 3rd level of Grand Central സ്റ്റേഷനിൽ എത്തിയിരുന്നു. ഇങ്ങനെയാണ് ഞാൻ അവിടെ എത്തിയത്. For just a moment I thought I was back on the 2nd level, but I saw the room was smaller. There were fewer ticket windows and train gates, and the information booth in the center was wood and old looking. So ഒരു നിമിഷം നേരത്തേന് എനിക്ക് തോന്നി ഞാൻ 2nd ലെവലിൽ തന്നെയാണെന്ന്. പക്ഷേ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഞാൻ കണ്ടു അവിടുത്തെ മുറികളൊക്കെ 2nd ലെവലിനെക്കാട്ടിലും ചെറുതായിരുന്നു. അവിടെ വളരെ കുറച്ച് ടിക്കറ്റ് വിൻഡോസേ ഉണ്ടായിരുന്നുള്ളൂ. ട്രെയിൻ ഗേറ്റ്സും കുറവായിരുന്നു. അതുപോലെ ഇൻഫർമേഷൻ ബൂത്ത് ഉണ്ടാക്കിയേക്കുന്നത് വുഡ് കൊണ്ടായിരുന്നു. ഓൾഡ് ലുക്കിംഗ് ആയിരുന്നു. അത് പഴയത് ആയ പോലെ നമുക്ക് കാണായിരുന്നു. പിന്നെ ദ മാൻ ഹു വാസ് സിറ്റിംഗ് ഇൻ ദ ബൂത്ത് ഹി വോർ എ ഗ്രീൻ ഐ ഷെയ്ഡ് ആൻഡ് ലോങ് ബ്ലാക്ക് സ്ലീവ് പ്രൊട്ടക്ടേഴ്സ്. പഴയ രീതിയിലുള്ള ഡ്രസ്സാണ് അദ്ദേഹം ഇട്ടിരുന്നത്. ആൻഡ് ദ ലൈറ്റ്സ് വെയർ ഡിം ആൻഡ് സോർട്ട് ഓഫ് ഫ്ലിക്കറിങ്. അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിന്നി ഇരിക്കുകയായിരുന്നു. ദെൻ ഐ സോ വൈ. അപ്പം ഞാൻ നോക്കി എന്താ ഇതിങ്ങനെ മിന്നുന്നേ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദേ വെയർ ഓപ്പൺ ഫ്ലെയിം ഗ്യാസ് ലൈറ്റ്സ്. പണ്ടത്തെ ഗ്യാസ് ലൈറ്റ്സ് ആയിരുന്നു അത്. ഇപ്പോഴത്തെ ബൾബ് പോലെയല്ല, പണ്ടത്തെ ഗ്യാസ് ലൈറ്റ്സ് ആയിരുന്നു വിച്ച് വെയർ ഫ്ലിക്കറിങ് ബിക്കോസ് ഓഫ് ദി വിൻഡ്. Now, there were brass spittoons on the floor, and across the station a glint of light caught my eye. A man was pulling a gold watch from his vest pocket. So, പിന്നെ എന്തൊക്കെയാണ് കണ്ടത്? ബ്രാസ് സ്പിറ്റോൺസ് എന്ന് വെച്ചാൽ നമ്മൾ തുപ്പാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രാസിൻ്റെ കണ്ടെയ്നേഴ്സ് അത് ഈ ഫ്ലോറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ പെട്ടെന്ന് കണ്ടു ഒരു ഹീ saw a man who was pulling a gold watch from his vest pocket. പോക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വാച്ച് പുറത്തെടുത്ത് സമയം നോക്കുന്ന ഒരാളെ കണ്ടു. അതായത് കയ്യിൽ കെട്ടുന്ന റിസ്റ്റ് വാച്ച് ഇറങ്ങാത്ത ഒരു കാലഘട്ടത്തെയാണ് നമ്മുടെ ചാർലി കണ്ടുകൊണ്ടിരുന്നത്. He snapped open the cover, glanced at his watch and frowned.
He wore a derby hat, a black 4-button suit with tiny lapels, and he had a big black handlebar mustache. So അദ്ദേഹത്തെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ചാർലി കണ്ടത് ഒന്നാമത്തെ ഫസ്റ്റ് ഹി വാസ് യൂസിങ് എ വെരി ഓൾഡ് വാച്ച്. ഓക്കെ, അത് പോക്കറ്റിൽ നിന്ന് എടുത്ത് എൻ്റെ മുകളിലത്തെ കവർ തുറന്നിട്ടൊക്കെയാണ് സമയം നോക്കുന്നത്. അതൊക്കെ പണ്ടത്തെ വാച്ചാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഇട്ടിരുന്ന ഡ്രസ്സ് വളരെ പഴയ കാലത്തെ ആൾക്കാരിടുന്നതും പണ്ടത്തെ ആ പഴയ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് വലിയ മുസ്റ്റാഷസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ വലിയ മീശയൊക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു അവിടെ നിന്നിരുന്നത്. Then I looked around and saw that everyone in the station was dressed like 1890 something. അപ്പം 1890-ലെ ഒരു ഡ്രസ് കോഡായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും ധരിച്ചിരുന്നത്. I never saw so many beards, sideburns and fancy mustaches in my life. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വ്യത്യസ്ത രീതിയിലുള്ള താടി വെച്ച മനുഷ്യന്മാരെയോ ഫാൻസി മുസ്റ്റാഷസ് വെച്ച മനുഷ്യന്മാരെയോ എൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. A woman walked in through the train gate. She wore a dress with leg of mutton sleeves and skirts to the top of her high buttoned shoes. Back of her, out on the tracks, I caught a glimpse of a locomotive, a very small Couriers and Ives locomotive with a funnel-shaped stack. And then I knew. So appo thanne oru lady ne kandu. A lady was also dressed in very old kind of a dress code, and then he saw the train which was standing on the track. That was a locomotive. Pandathe front okke ingane circle shape il irikkunna pandathe locomotive, adayithu Courier and Ives inde aa company undakkunna locomotive train aanu aa ഒരു ഫണൽ ഷേപ്പ് ട്രെയിനാണ് ആ ഒരു ട്രാക്കിൽ നിന്നത്. അപ്പോഴാണ് നമ്മുടെ ചാർലിക്ക് മനസ്സിലായത് ഞാൻ എത്തിയത് 3rd ലെവലിലാണ്. To make sure, I walked over to a newsboy and glanced at the stack of papers at his feet. It was The World, and The World hasn't been published for years. The lead story said something about President Cleveland. I have found that front page since in the public library files, and it was printed June 11, 1894. So ഇവിടെ ചാർലി ടൈം ട്രാവൽ ചെയ്തു എന്ന് ചാർലിക്ക് മനസ്സിലായി. കാരണം അത് ഉറപ്പ് വരുത്താൻ വേണ്ടി അവിടുത്തെ ഒരു ന്യൂസ് പേപ്പർ ബോയുടെ അടുത്ത് പോയി അവിടെ വെച്ചേക്കുന്ന പേപ്പേഴ്സ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് പേപ്പറിൻ്റെ പേര് ദ വേൾഡ് എന്നായിരുന്നു. ആ ഒരു പേപ്പറിൻ്റെ പബ്ലിക്കേഷൻ കാലങ്ങൾക്ക് മുമ്പ് നിന്ന ഒരു പേപ്പറായിരുന്നു. പ്ലസ് അവിടുത്തെ അപ്പോഴത്തെ പ്രസിഡന്റ് ക്ലീവ്ലാൻഡ് ആയിരുന്നു. അതുപോലെ തന്നെ ആ പേപ്പറിലുള്ള ഡേറ്റ് ജൂൺ 11, 1894 ആയിരുന്നു. സോ വേൾഡ് വാറിന് ഒക്കെ മുമ്പുള്ള ഒരു കാലഘട്ടത്തിലാണ് ചാർലി എത്തിപ്പെട്ടെന്നുള്ളത് ചാർലിക്ക് മനസ്സിലായി. I turned toward the ticket windows knowing that here on the 3rd level at Grand Central I could buy tickets that would take Louisa and me anywhere in the United States we wanted to go in the year 1894, and I wanted 2 tickets to Galesburg, Illinois. So ചാർലി പറയുന്നത് ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് വിൻഡോയിലോട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു ഗ്രാൻഡ് സെൻട്രലിൻ്റെ 3rd ലെവലിൽ നിന്നും എനിക്കും ലൂയിസയ്ക്കും വേണ്ടി ടിക്കറ്റ് വാങ്ങിച്ചാൽ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഏത് സ്ഥലത്തോട്ടും എനിക്ക് ഈ 1894 കാലഘട്ടത്തിൽ പോകാൻ പറ്റും. ആൻഡ് എനിക്ക് പോകേണ്ടത് ഗേൾസ്ബർഗ് ഇലിനോയ്സിലായിരുന്നു. അവിടെയാണ് ഗ്രാൻഡ് ഫാദർ താമസിച്ചുകൊണ്ടിരുന്നത് ചാർലിയുടെ. സോ ഐ വാണ്ടഡ് 2 tickets to Galesburg, Illinois. Have you ever been there? It's a wonderful town still with big old frame houses, huge lawns and tremendous trees whose branches meet overhead and roof the streets. And in 1894, summer evenings were twice as long, and people sat out on their lawns, the men smoking cigars and talking quietly, the women waving palm leaf fans with the fireflies all around in a peaceful world. So here, Charlie is giving a description of how beautiful the days were in 1894, where people were free of all kinds of worries. They had huge frame houses, they had huge lawns, and people used to sit outside
enjoy their time. The men used to smoke cigars, the female used to sit together and have a lot of talking, a lot of chit chat, and they have palm leaves in their hand in order to fan themselves, and there were fireflies which were flying around. The whole scenario or the scenery was very beautiful, and the world was peaceful. To be back there with the First World War still 20 years off, and World War II over 40 years in future, I wanted 2 tickets for that. അതായത് ആ ഒരു 1894 നിന്നും 20 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടായത്. വീണ്ടും ഒരു 20 ഇയേഴ്സ്, അതായത് ആ 1894 നിന്ന് 40 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടായത്. അപ്പോൾ അത്രയും പിന്നിലത്തെ ഒരു ടൈം പീരീഡിലോട്ടാണ് നമ്മുടെ ചാർലി എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവിടെ ലൂയിസയും കൊണ്ട് വന്ന് താമസിക്കാൻ അദ്ദേഹത്തിന് തിടുക്കമായിരുന്നു. The clerk figured the fare. He glanced at my fancy hatband, but he figured the fare, and I had enough for 2 coach tickets one way. But when I counted out the money and I looked up, the clerk was staring at me. He nodded at the bills. "That ain't money, mister," he said, "and if you're trying to skin me, you won't get very far." And he glanced at the cash drawer beside him. Of course, the money was old-style bills, half again as big as the money we use nowadays, and different-looking. I turned away and got out fast. There's nothing nice about jail, even in 1894. So, ക്ലർക്കിനോട് അവിടെ പോയിരുന്ന ബൂത്തിലിരുന്ന ക്ലർക്കിനോട് എത്ര പൈസയാവും ഇലിനോയ്സിലോട്ട് പോകാനെന്ന് ചോദിച്ച് അതനുസരിച്ച് അദ്ദേഹം പൈസയൊക്കെ കളക്ട് ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന ആ മനുഷ്യൻ നമ്മൾ ചാർലീൻ്റെ ഡ്രസ് കോഡ് നമ്മളുടെ ഇപ്പോഴത്തെ 20th സെഞ്ച്വറി ഡ്രസ് കോഡാണല്ലോ, അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുമ്പോൾ ചാർലി എടുത്ത് കൊടുത്ത പൈസ ഇപ്പോഴത്തെ പൈസയാണ്, 20th സെഞ്ച്വറിയിലത്തെ പൈസയാണ്. അത് 1894 ആ പൈസ ആക്സെപ്റ്റ് ചെയ്യില്ല. സോ ആ കൗണ്ടറിലിരിക്കുന്ന ആൾ പറയും, താങ്കൾ എന്നെ പറ്റിക്കാൻ വന്നതാണോ, ഇതല്ലല്ലോ പൈസ, അഥവാ താങ്കൾ എന്നെ പറ്റിക്കാനാണ് ഉദ്ദേശമെങ്കിൽ താങ്കൾ അധികം ദൂരമൊന്നും പോവില്ല, ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ള അർത്ഥത്തിൽ പറയും. അപ്പം നമ്മളുടെ ചാർലിയും അവിടെ ഉള്ള ആ ഡ്രോയിൽ വെച്ചേക്കുന്ന കാശ് കാണുമ്പോൾ ചാർലിക്ക് മനസ്സിലാവും, ഓ ഈ കാശ് എൻ്റെ കയ്യിലുള്ള ഈ കാശ് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യില്ല, ഇവരെന്നെ പിടിച്ച് ജയിലിലിടും, അപ്പോൾ ഇതിലും നല്ലത് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, പോയിട്ട് ഞാൻ വീണ്ടും ആ ടൈപ്പ് ഓഫ് കറൻസി ആയിട്ട് വന്നിട്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ചാർലി അവിടെ നിന്ന് സ്ഥലം വിടുന്നു. ആൻഡ് ദാറ്റ് വാസ് that. I left the same way I came, I suppose. Next day during lunch hour, I drew $300 out of the bank, nearly all we had, and bought old style currency. That really worried my psychiatrist friend. You can buy old money at almost any coin dealers, but you have to pay a premium. My $300 bought less than $200 in old style bills, but I didn't care. Eggs were 13 cents a dozen in 1894. So ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ സൈക്യാട്രിസ്റ്റിനോട് പറഞ്ഞപ്പോൾ സൈക്യാട്രിസ്റ്റിനോട് വന്ന് പറയാണ്, ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ പ്രോബബ്ലി വന്ന വഴിയെ തന്നെ തിരിച്ചിറങ്ങി, എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് എൻ്റെ ബാങ്കിൽ നിന്ന് $300 പൈസ എടുത്തിട്ട് ഞാനത് 1894 കറൻസി ആയിട്ട് ഞാൻ എക്സ്ചേഞ്ച് ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ ലോസാണ്. ഞാൻ $300 എടുത്തെങ്കിലും എനിക്ക് $200 ഒരു വാല്യൂവിലുള്ള കറൻസി മാത്രമേ കിട്ടിയുള്ളൂ. കാരണം ആ സമയത്ത് അത്രയും തന്നെയായിരുന്നു എൻ്റെ വാല്യൂ. സോ ഹി വാസ് നോട്ട് ബോദർ, ചാർലി വാസ് നോട്ട് ബോദർ. ചാർലി പറയുന്നത് 1894 എനിക്ക് ഒരു 3 cents ഓഫ് മണി ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ഡസൻ എഗ് വാങ്ങിക്കാമായിരുന്നു. സോ ഹി വാസ് നോട്ട് ബോദർഡ് അബൌട്ട് ദ ലോസ് ദാറ്റ് ഹി വാസ് incurring. But I have never again found a corridor that leads to the 3rd level at Grand Central Station, although I have tried often enough. So പൈസയൊക്കെ എടുത്ത് റെഡി ആയിരുന്നെങ്കിലും ഒരിക്കലും പിന്നെ ചാർലിക്ക് തിരിച്ച് ആ ഒരു 3rd ലെവലിൽ എത്താൻ ഇതുവരെ സാധിച്ചില്ല. കുറേ പ്രാവശ്യം ചാർലി ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിൽ പോയിട്ട് പല വഴിയിലൂടെ നടന്നു നോക്കിയിട്ടും ആ ഒരു 3rd ലെവലിലോട്ട് എത്താൻ ചാർലിക്ക് പറ്റിയില്ല. Louisa was pretty worried when I told her all this and didn't want me to look for the 3rd level anymore, and after a while I stopped. I went back to my stance. So
ലൂയിസിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ലൂയിസിക്ക് ശരിക്കും ടെൻഷനായി. അപ്പോൾ ലൂയിസ് പറഞ്ഞു, മതി നിങ്ങൾ ഇനി ആ തേർഡ് ലെവൽ ഇനി തപ്പണ്ട, നമുക്കവിടെ പോവണ്ട, വിട്ടേക്ക് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞ് കിട്ടാണ്ടായപ്പോൾ നമ്മുടെ ചാർലിയും അതങ്ങ് നിർത്തിയിട്ട് ചാർലിയുടെ പഴയ സ്റ്റാമ്പ് കളക്ഷൻ ഹോബിയിലോട്ട് തിരിഞ്ഞു. ബട്ട് നൗ വി were both looking every weekend because now we have proof that the third level is still there. My friend Sam Vienna disappeared. Nobody knew where, but I sort of suspected because Sam's a city boy and I used to tell him about Galesburg. I went to school there and he always said he liked the sound of the place, and that's where he is all right in 1894. So നമ്മുടെ ചാർലിയും ചാർലിയുടെ വൈഫും ആ തേർഡ് ലെവലിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ വിട്ട് അവരിങ്ങനെ ചാർലി സ്റ്റാമ്പ് കളക്ഷനിലോട്ടൊക്കെ തിരിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നാണ് റിയലൈസ് ചെയ്യുന്നത് അദ്ദേഹത്തിന് സൈക്കാട്രിക് ഫ്രണ്ടായ സാം വീനറിനെ കാണുന്നില്ല. അദ്ദേഹം എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. സോ ഒരു കാര്യം ചാർലിക്ക് അറിയായിരുന്നു, ദാറ്റ് സാം വാസ് വെരി മച്ച് ഫാസിനേറ്റഡ് വിത്ത് ദ പ്ലേസ് ഗേൽസ്ബർഗ് about which Mr. Charlie had spoken to him. ആ ഗേൽസ്ബർഗിലെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചാർലിയുടെ ത്രൂ സാം അറിഞ്ഞുകൊണ്ട് സാമിന് ആ ഒരു സ്ഥലത്തുനിന്ന് ഭയങ്കര ഒരു ആരാധന ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചാർലിക്ക് ഒരു സംശയം തോന്നി, ഇനി തേർഡ് ലെവലിൽ എത്തിപ്പെട്ടിട്ട് നമ്മളുടെ സാം ഇനിയും 1894 ആ ഗേൽസ്ബർഗിൽ എത്തിയോ എന്നൊരു സംശയം തോന്നി. സൈക്യാട്രിസ്റ്റ് ഫ്രണ്ട് സാം 1894 എത്തി എന്ന് ഉറപ്പിക്കാൻ കാരണം കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതാണ് ഇനിയും ചാർലി പറയുന്നത്. ബിക്കോസ് വൺ നൈറ്റ് ഫസിങ് വിത്ത് മൈ സ്റ്റാമ്പ് കളക്ഷൻ ഐ ഫൗണ്ട്, വെൽ ഡു യു നോ വാട്ട് എ ഫസ്റ്റ് ഡേ കവർ ഈസ്? When a new stamp is issued, stamp collectors buy some and use them to mail envelopes to themselves on the very first day of sale, and the postmark proves the date. The envelope is called a first day cover. They are never opened. You just put blank paper in the envelope. So എന്താണ് സാം 1894 എത്തി എന്ന് ഉറപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മളോട് ആദ്യം ചാർലി ഫസ്റ്റ് ഡേ കവറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാണ് ഫസ്റ്റ് ഡേ കവർ എന്താണെന്ന്. ഫസ്റ്റ് ഡേ സ്റ്റാമ്പ് ഇറങ്ങുന്ന ആ ഫസ്റ്റ് ഡേയിൽ തന്നെ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ആൾക്കാർ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഒരു എൻവലപ്പിൽ ആ സ്റ്റാമ്പ് ഒട്ടിച്ച് അതിനകത്തൊരു ബ്ലാങ്ക് പേപ്പർ ഇട്ടിട്ട് സ്വന്തം അഡ്രസ്സിലോട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത്. ഓക്കെ, സോ അതൊരിക്കലും ഇങ്ങനെ തുറക്കാറൊന്നുമില്ല, കാരണം അതിനകത്ത് ബ്ലാങ്ക് പേപ്പറാണ് എപ്പോഴും കിടക്കാറ്. അപ്പോൾ അന്ന് രാത്രിയിൽ സ്റ്റാമ്പ്സ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം ദാറ്റ് നൈറ്റ് അമംഗ് മൈ ഓൾഡസ്റ്റ് ഫസ്റ്റ് ഡേ കവേഴ്സ് ഐ ഫൗണ്ട് വൺ ദാറ്റ് ഷുഡൻറ്റ് ഹാവ് ബീൻ ദെയർ. ഞാനൊന്ന് എൻ്റെ പഴയ ഓൾഡസ്റ്റ് ഫസ്റ്റ് ഡേ കവേഴ്സൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഓൾഡ് ഫസ്റ്റ് ഡേ കവർ കിട്ടി. അത് അവിടെ ഉണ്ടാവാൻ പാടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഇതുവരെ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ദെയർ ഇറ്റ് വാസ്. It was there because someone had mailed it to my grandfather at his home in Galesburg. That's what the address on the envelope said. So സാധാരണഗതിയിൽ ഫസ്റ്റ് ഡേ കവർ സ്വന്തം പേരിൽ നമ്മുടെ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ആൾ തന്നെയാണ് അയക്കുന്നത്. പക്ഷെ ഈ ഒരു ഫസ്റ്റ് ഡേ കവർ വേറെ ഒരാൾ ഗ്രാൻഡ് ഫാദർ പഴയ അഡ്രസ്സിലാണ് അയച്ചേക്കുന്നത്. That's what the address on the envelope said, and it had been there since July 18, 1894. So another date is July 18, 1894 എന്നുള്ള ഡേറ്റാണ് ആ ഫസ്റ്റ് ഡേ കവറിൻ്റെ ആ ഒരു സ്റ്റാമ്പിൽ കിടക്കുന്നത്. യെറ്റ് ഐ ഡിഡ്ന്റ് റിമെമ്പർ ഇറ്റ് അറ്റ് ഓൾ. പക്ഷേ ഇതിന് മുമ്പ് കണ്ടതായിട്ടോ കിട്ടിയതായിട്ടോ നമ്മളുടെ ചാർലിക്കൊരു ഓർമ്മയില്ല. The stamp was 6 cents. Dull brown with a picture of President Garfield. Okay, so ഇതൊരു പഴയ സ്റ്റാമ്പ് തന്നെയായിരുന്നു എന്നുള്ളതിൻ്റെ പ്രൂഫാണ് ഈ പറയുന്നത്. നാച്ചുറലി when the envelope came to Granddad in the mail, it went right into his collection and stayed there till I took it out and opened it. So ഈ ഫസ്റ്റ് ഡേ കവർ വരുമ്പം ആരും തന്നെ അത് പൊട്ടിച്ച് നോക്കാത്തതുകൊണ്ട് ആ കവർ അങ്ങനെ നമ്മളുടെ ചാർലിയുടെ ഗ്രാൻഡ് ഫാദറുടെ കളക്ഷനിൽ തന്നെ പോയിരുന്നു. അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫസ്റ്റ് ഡേ കവറിന്ന് കണ്ടപ്പോൾ അത് ആ കളക്ഷനിലോട്ട് എടുത്ത് വെച്ചു. പക്ഷേ നമ്മുടെ ചാർലി അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്തെ സാധാരണഗതിയിലുള്ള പോലെ പേപ്പർ ബ്ലാങ്ക് അല്ലായിരുന്നു, അതിനകത്ത് എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. അതാരാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് വാസ് അഡ്രസ് ടു ചാർലി. മുത്തശ്ശൻ്റെ അഡ്രസ്സിനാണ് വന്നെങ്കിലും ആ ലെറ്റർ വാസ് അഡ്രസ് ടു ചാർലിക്ക് വേണ്ടിയായിരുന്നു ആ ലെറ്റർ എഴുതിയിരുന്നത്. എന്താണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്?
I got a wishing that you were right. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ദെൻ ഐ ഗോട്ട് ടു ബിലീവിങ് യു വർ റൈറ്റ്. അപ്പം എനിക്ക് തോന്നി നിങ്ങൾ പറഞ്ഞതൊക്കെ വിശ്വസിക്കാൻ എൻ്റെ മനസ്സ് പറഞ്ഞു. And Charlie, it's true. I found the third level. I have been here 2 weeks, and right now, down the street at the Dallies, someone is playing a piano, and they are all out on the front porch singing, seeing Nellie home, and I'm invited over for lemonade. Come on back, Charlie and Louisa. Keep looking till you find the third level. It's worth it, believe me. So in this letter, Sam is writing that he has found അദ്ദേഹത്തിന് തേർഡ് ലെവൽ കിട്ടി. അദ്ദേഹം വളരെ സുഖമായിട്ട് 2 ആഴ്ചയായിട്ട് 1894 ആ കാലഘട്ടത്തിൽ കഴിയുന്നു. അവിടെ എല്ലാവരും വളരെ ഹാപ്പിയാണ്. സ്ട്രീറ്റിൽ സീയിങ് നെല്ലി ഹോം എന്നുള്ള പാട്ട് പാടുന്നുണ്ട്. നമ്മൾ സാമിനെ അവിടുത്തെ ആൾക്കാർ ഒരു ലെമനേഡിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാർലിയോട് പറയാൻ എത്രയും പെട്ടെന്ന് ലൂയിസെ കൊണ്ട് എങ്ങനെയെങ്കിലും ആ തേർഡ് ലെവൽ തപ്പിപ്പടിച്ച് നീയും ഇങ്ങും പോരെന്നുള്ളൊരു ഇൻവിറ്റേഷനാണ് അവിടെ സാം ചാർലിക്ക് കൊടുത്തേക്കുന്നത്. The note is signed Sam. അത് സൈൻ ചെയ്തിരിക്കുന്ന ആരായിരുന്നു? സാം ആയിരുന്നു. അങ്ങനെയാണ് സാം ഡിസപ്പിയർ ആയതും സാം അവിടെ എത്തിയിട്ടുണ്ടാവും എന്നുള്ളതും നമ്മളുടെ ചാർലി ഉറപ്പ് വരുത്തുന്നുണ്ട്. At the stamp and coin store I go to, I found out that Sam bought $800 worth of old style currency. So Sam അവിടെ തന്നെ പറ്റിയിട്ടുണ്ടാവുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാർലി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അദ്ദേഹം ഓൾഡ് കോയിൻസ് സെല്ല് ചെയ്യുന്ന സ്റ്റോറിൽ പോയി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു നമ്മുടെ സാം ഓൾമോസ്റ്റ് $800 ഓൾഡ് കോയിൻസ് കൺവേർട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത്. അത്രയും പൈസ, ആ $800 കൺവേർഷൻ കിട്ടുന്ന ആ പൈസ will be more than enough for Sam to stay in 1894 lavishly as per his wishes. That ought to set him up in a nice little hay feed and grain business. So നമ്മുടെ Sam was always interested in the agriculture, so he wanted to set up his little hay feed and grain business. So Charlie is thinking that അത്രയും പൈസയും കൊണ്ട് ഉറപ്പായിട്ടും സാം അവിടെ പോയി സാമിന് ഇഷ്ടപ്പെട്ട ആ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. He always said that's what he really wished he could do, and he certainly can't go back to his old business. അതേ ആ ഒരു കാലഘട്ടത്തിൽ 1894 ആ ഒരു ബിസിനസ് മാത്രമേ സാമിന് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് യാതൊരു പ്രോബ്ലംസും ഇല്ല, യാതൊരു ട്രബിൾസും ഇല്ല, യാതൊരു വെറീസും ഇല്ല. എല്ലാവരും നല്ല പീസ്ഫുൾ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും സാമിൻ്റെ ഒറിജിനൽ പ്രൊഫഷനായ സൈക്കാട്രി അവിടെ നോക്കാൻ പറ്റില്ല. സൈക്കാട്രിസ്റ്റ് എന്നുള്ള ആ ഒരു ഡോക്ടറിൻ്റെ ആവശ്യം ആ കാലഘട്ടത്തിൽ ആർക്കും ഇല്ലാത്തതുകൊണ്ട് സാമിന് ഇഷ്ടപ്പെട്ട ഫാമിംഗ് ബിസിനസ് അല്ലെങ്കിൽ അഗ്രികൾച്ചറിലോട്ട് തന്നെ പോകാൻ ഉള്ളൊരു ചാൻസ് കിട്ടും എന്നുള്ളതാണ് Charlie's conclusion. So he's saying, not in Galesburg, Illinois in 1894, his old business. Why Sam was a psychiatrist? Just because Sam was a psychiatrist, that psychiatric business was not required in 1894 since people were peaceful. So, നമ്മുടെ ചാർലിക്ക് അവിടെ എത്താൻ പറ്റിയില്ല. He is the one who found out the third level, but he could not reach there. But his friend and psychiatrist സാം അവിടെ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ലെസൺ എൻഡ് ചെയ്യുന്നത്. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ മീനിങ്. പ്ലീസ് പുട്ട് യുവർ വാല്യുബിൾ കമൻറ്റ്സ്, ഷെയർ മൈ വീഡിയോസ് ആൻഡ് ലൈക്ക് മൈ വീഡിയോസ്. Ask your friends to subscribe. Thank you so much. See you in another video with another lesson. Bye bye.